ഇപ്പോൾ ഏതായാലും കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ എത്ര കാലമായിട്ട് നമ്മൾ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക? ഈ മാലിന്യം ഒരു വലിയ ഒരു പ്രശ്നം. നമ്മൾ ഈ ഒരു അപകടം ഉണ്ടാകുന്നത് പോലും അത് എടുക്കാൻ ഇറങ്ങിയ ഒരു ആളാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇത് നമുക്ക് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല? തീർച്ചയായിട്ടും ഇപ്പോൾ റെയിൽവേയുടെ അധീനതയിൽ ഇവിടെ നടന്ന ദുരന്തത്തിൽ അതിയായ ദുഃഖം ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മറ്റു കാര്യങ്ങൾ പറയാതെ പോകാൻ നിർവാഹമില്ല. കാരണം ഈ ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്ന നഗരത്തെ ഹൃദയത്തിലുള്ള വിവിധ വാർഡുകൾ കൂടി അല്ല, റെയിൽവേയുടെ ഇവിടുത്തെ ജീവനക്കാരോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ ഇവിടെ യാത്രക്കാരോ ആരും തന്നെ ഈ മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നതല്ല. ഇത് നെറ്റടിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൂടി ആർക്കും വലിച്ചെറിയാനും സാധിക്കും. അപ്പം മറ്റു വാർഡിൽ കൂടി വരുന്ന മാലിന്യം ഇവിടെ എത്തിപ്പെടാതിരിക്കാനുള്ള പരിശ്രമം നടത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട നഗരസഭാ ഭരണകൂടം ഇവിടെ ഇന്നൊരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് വന്ന് മുഖം കാണിച്ചിട്ട് കാര്യമില്ല. ഈ മാലിന്യം ഇവിടെ എത്താതിരിക്കാനുള്ള നടപടി ചെയ്യേണ്ടതായിട്ടുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നഗരസഭാ ഭരണകൂടത്തിനാണ്. ആ ഭരണകൂടം അത് ചെയ്യാത്തതിന്റെ ഭാഗമാണ് ഇവിടെ ഇപ്പോൾ ഈ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇത് ഈ വാർഡിന്റെ പാർവതി പുത്തനാർ ഒഴുകി വരുന്ന മറ്റ് സ്ഥലത്ത് ഒരു ആൾ കാല് വഴുതി അതിനകത്ത് വീണാൽ പോലും ഇതുപോലെ ദാരുണമായിട്ടുള്ള ജീവൻ അപകടത്തിൽപ്പെടാവുന്ന സാധ്യത തന്നെയാണ് നമുക്ക് കാണുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ പാർവതി പുത്തനാറിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ ആമയിഴഞ്ചാൻ തോടൊക്കെ ചെന്ന് ഒഴുകി ചേരുന്നത്. അങ്ങനെ പാർവതി പുത്തനാറ് കടലിലേക്കും ചേരും. ആ പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാലിന്യ പ്രശ്നം വളരെയധികം രൂക്ഷമാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ അപകടം പതിയിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർവതി പുത്തനാറിലും ഇതുപോലെ മാലിന്യമാണ്. നമുക്ക് കരയാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ പലയിടത്തുമൊക്കെ തന്നെ ഉണ്ട്. ആ തരത്തിൽ ഒരു കൃത്യമായ സമീപനം ഈ വേസ്റ്റ് മാനേജ്മെന്റിൽ ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ കാണുന്ന സ്ഥലത്ത് ഏതാണ്ട് 300ഓളം മീറ്റർ അടിയിലൂടെയാണ്, ഈ റെയിൽവേ ട്രാക്കിന് അടിയിലൂടെയാണ് ഇപ്പോൾ ഇത് കടന്നു പോകുന്നത്, ഈ ആമയിഴഞ്ചാൻ തോട് കടന്നു പോകുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ മാലിന്യം നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് സ്കൂബ ടീം അവിടെ അകത്ത് പോയി നോക്കിയതിനു ശേഷം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് അതിനുള്ളിലേക്കൊന്നും കടക്കുന്നതിന് വേണ്ടി പോലും കഴിയില്ല. കാരണം ഇപ്പോൾ ഏതായാലും വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് പലയിടങ്ങളിൽ നിന്നും വെള്ളം എത്തുന്നതൊക്കെ തന്നെ തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനകത്തേക്ക് പ്രവേശിച്ച് ഈ കാണുന്ന വീതി ഒന്നും തന്നെ ഇതിനകത്തേക്ക് റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ പോകുന്ന ആമയിഴഞ്ചാൻ തോടിനില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ദുഷ്കരമായി മാത്രമേ അതിലേക്കൊക്കെ തന്നെ നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഏതായാലും ജോയി ഈ കാണുന്ന ആമയിഴഞ്ചാൻ തോട്ടിലൂടെ ഒഴുകി പോയിട്ടില്ല എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് പറയുന്നത്. കാരണം അത് പല സ്ഥലങ്ങളിലും ഈ റെയിൽവേ ക്രോസിന് തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തൊക്കെ തന്നെ ഫയർഫോഴ്സ് അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി മാത്രമാണ് ഇതുള്ളത്. മാലിന്യം ഒഴുകി പോകുന്നതിന് വേണ്ടി ഒന്നും തന്നെ ഒരു സാധ്യതയും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാകാം എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് യഥാർത്ഥത്തിൽ ഫയർഫോഴ്സ് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തീവ്രമായ ശ്രമം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നു. അതിനാദ്യഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഈ മാലിന്യം എടുത്തു മാറ്റണം. അതിനുവേണ്ടിയുള്ളൊരു ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. നേരത്തെ ഈ ഒരു ഭാഗത്ത്, ചെറിയ ഒരു ഭാഗത്തു കൂടി മാത്രമായിരുന്നു ഈ മാലിന്യമെല്ലാം തന്നെ പുറത്ത് എത്തിച്ചിരുന്നത്. എന്നാൽ ഈ ഗ്രില്ല് തന്നെ പൊളിച്ചുകൊണ്ട് കൂടുതൽ പേരെ ഇറക്കി മാലിന്യം ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആ ഗ്രില്ല് പൊളിച്ചു മാറ്റുന്ന ഒരു കാഴ്ചകളാണ് കാണുന്നത്. അതിനുശേഷം ഈ മാലിന്യമൊക്കെ തന്നെ ഇവിടുന്ന് എടുത്തു മാറ്റണം. അകത്തേക്ക് പ്രവേശിച്ച് ആ മാലിന്യമൊക്കെ പതിയെ എടുത്തു മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഈ ടണലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും അതും ഈ കാണുന്ന ഇത്രയും വീതിയൊന്നുമില്ലാത്ത സ്ഥലമാണ്. അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴും അതിജാഗ്രത വേണം. ആ മാലിന്യമൊക്കെ എടുത്തു മാറ്റുന്നതിന് വേണ്ടിയുള്ള അതിതീവ്ര ശ്രമം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെഫിൻ, നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെയും വിവരണത്തിലൂടെ അറിഞ്ഞതുപോലെയും അവിടെ ആ മാലിന്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കെട്ടുകെട്ടായി മാറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ സമയം ഇനിയും എടുത്തേക്കാം. സമയം എടുക്കും തോറും ആശങ്കകൾ ഏറുന്നു. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മണിക്കൂറുകൾ പിന്നിട്ട് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു ദുരവസ്ഥ കൂടിയാണ്. ഇത്രയും നമുക്ക് സംവിധാനങ്ങൾ ഉണ്ട്, അത് നഗര ഹൃദയത്തിൽ തന്നെയാണ്. എന്നിട്ട് കൂടി മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ എത്തിക്കേണ്ടതുണ്ടോ? ഇങ്ങനെ മാനുവലായിട്ട് ഇങ്ങനെ കയറ്റുന്ന ഒരു സ്ഥിതി അത് കാലതാമസം ഇടയാക്കില്ലേ?
പ്രജിഷ്, തീർച്ചയായിട്ടും ഒരുപാട് സമയം എന്തായാലും ഇനിയും എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ മാലിന്യമൊക്കെ എടുത്തു മാറ്റേണ്ടതുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ പോകുന്ന ആമയിഴഞ്ചാൻ തോടിൻ്റെ ആ ഭാഗത്ത് ഒരു ടണൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അവിടെ മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അവിടെ കൃത്യമായി തന്നെ ഒന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ വലിയ ഉയരമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ്. അവിടെ നിന്നും യഥാർത്ഥത്തിൽ ഒരാൾക്ക് മാലിന്യം എടുത്തു മാറ്റി പുറത്തെത്തിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. മറ്റൊരു രീതിയിലും പ്രവർത്തനം സാധ്യമാണ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ വെള്ളം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മാലിന്യം ഇരുന്നുവെങ്കിൽ അവിടെ കൃത്യമായി സ്കൂബ ടീമിന് കയറി ആളെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടി കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അടിഞ്ഞുകൂടിയ മാലിന്യമാണ് വലിയ തോതിൽ വെല്ലുവിളിയായിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ആ മാലിന്യം മാറ്റുക മാത്രമേ രക്ഷയുള്ളൂ. അത് ഇങ്ങനെ ആൾ നിന്നും മാത്രമേ അത് ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അത് സാധ്യമാകും എന്നും തോന്നുന്നില്ല. ശ്രീ കെ സ്റ്റെഫിനാണ് ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ തിരച്ചിൽ നടക്കുകയാണ്. മാരായമട്ടം സ്വദേശി ജോയി എന്ന ആളാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ പതിച്ചത്. തമ്പാനൂരിലെ ആ തോട്ടിൽ ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വെല്ലുവിളിയാകുന്നത് മാലിന്യം തന്നെയാണ്.